നെക്സ്റ്റ് ടോപ്പിക്കാണ് പി എച്ച് ഹോമിയോസ്റ്റാസിസ്. ബാക്ടീരിയയിലെ പി എച്ച് ഹോമിയോസ്റ്റാസിസ്. പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയയിൽ ഉള്ളിലും അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിലും അതിനെ രണ്ടിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ പി എച്ചിലുണ്ടാകുന്ന വേരിയേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ബാക്ടീരിയയിലുള്ള പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ എന്താണ്? Refers to mechanism bacteria used to maintain a stable internal pH level even when exposed to varying external pH condition. അതായത് എന്താണ്, ഇതൊരു ബാക്ടീരിയയുടെ സെല്ലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്ടീരിയയുടെ സെല്ലാണെന്ന് വിചാരിക്കുക. ആ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഒരു ഇൻറ്റേർണൽ അതായത് ഇൻറ്റേർണൽ പി എച്ച് ഉണ്ടാകും. ഈ എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിലുള്ള പി എച്ചിൻ്റെ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്താലും കൂടിയാലും കുറഞ്ഞാലും ഈ ബാക്ടീരിയയ്ക്ക് ഒന്നും വരാതെ ഇതിനെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഈ ഇൻറ്റേർണൽ പി എച്ച് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഈ പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്താണ്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ, അതായത് പല തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്തെ പി എച്ച് അല്ലെങ്കിൽ എന്താണ്, ഇതിനകത്ത് ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട്. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ എന്താ? ഈ എൻവിറോൺമെൻറ്റിലുള്ള മോളിക്യൂൾസിനെ ബാക്ടീരിയയുടെ അകത്തേക്ക് എൻട്രി ചെയ്യിക്കാൻ. ഓക്കെ, എൻവിറോൺമെൻറ്റിലുള്ള മോളിക്യൂൾസിനെ ബാക്ടീരിയക്കകത്തേക്ക് എൻട്രി ചെയ്യിക്കാനായിട്ട് എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് പ്രസൻ്റ് ആണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് പ്രസൻ്റ് ആണ്. ദെൻ അതെന്ത് ചെയ്യുന്നു? ആ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആക്റ്റീവ്ലി പമ്പ് ചെയ്യുന്നു പ്രോട്ടോൺസ്, അതായത് സെൽ മെംബ്രെയിൻ അക്രോസ് ആയിട്ടുള്ള പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റിൽ ഈ ബാക്ടീരിയനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആക്കുന്നു. അതായത് ഈ ഒരു സെല്ലുലാർ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ സർവൈവലിലും അതുപോലെ തന്നെ ഗ്രോത്തിലും എല്ലാം ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയ പി എച്ച് ഹോമിയോസ്റ്റാസിന് കുറച്ച് പോയിൻറ്റ്സ് എന്തൊക്കെ വെച്ചാൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ബാക്ടീരിയയ്ക്ക് എന്താവശ്യമാണ്, അതായത് ഒരു ഇൻറ്റേർണൽ പി എച്ച്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എൻസൈം ആക്ടിവിറ്റി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ സ്ട്രക്ചറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ അസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ സറൗണ്ടിങ് എൻവിറോൺമെൻറ്റിൽ ജീവിക്കാനായിട്ടും ഒക്കെ എന്താവശ്യമാണ്, അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ബാക്ടീരിയയ്ക്ക് ഈ പി എച്ച് ഹോമിയോസ്റ്റാസിസ് ആവശ്യമാണ്. ഇനി ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, പ്രോട്ടോൺ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഈ പ്രോട്ടീൻ ലൈക്ക് FO, F1, ATPase എന്നൊക്കെ പറയുന്ന പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു? അത് പ്രോട്ടോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതായത് ഔട്ട് ഓഫ് ദ സെല്ലിന് വെളിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പിംഗ് ടു റെഗുലേറ്റ്, പി എച്ചിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻറ്റി പോർട്ടർ എന്ന് വെച്ചാൽ എന്താ? അയൺ എക്സ്ചേഞ്ച് സിസ്റ്റം, അതായത് Na+H+, അല്ലെങ്കിൽ K+H+ എന്ന് പറയുന്ന പോലത്തെ ആൻറ്റി പോർട്ടേഴ്സ്, ഒരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം അകത്തേക്ക് ഒരെണ്ണം പുറത്തേക്ക്. അപ്പോൾ ആൻറ്റി പോർട്ടേഴ്സ് എന്താണ്? പ്രോട്ടോൺസ് മൂവ് ഔട്ട് ഓഫ് ദ സെൽ വൈൽ ബ്രിങ്ങിങ് ഇൻ അതർ അയോൺസ്, അതായത് ഒരെണ്ണത്തിനെ എടുക്കുമ്പോഴത്തേക്കും മറ്റൊന്നിനെ പുറത്തേക്ക് കളയുന്ന ആൻറ്റി പോർട്ടേഴ്സ് വഴി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ മെറ്റബോളിക് പാത്വേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതായത് സർട്ടൻ ആയിട്ടുള്ള മെറ്റബോളിക് പ്രോസസ്സ് വഴി ജനറേറ്റ് അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ ജനറേറ്റ് ചെയ്ത് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നു. അതെന്താണ്? പി എച്ചിൻ്റെ റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസ്, ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺസിൻ്റെ പെർമിയബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ റോളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന മെംബ്രെയിൻ പ്രോപ്പർട്ടീസ്. ഇനി പലതരത്തിലുള്ള ബാക്ടീരിയൽ ടൈപ്സ് ഉണ്ട്. ന്യൂട്രലോഫൈൽസ്, ആസിഡോഫൈൽസ്, ആൽക്കലോഫൈൽസ്. ന്യൂട്രലോഫൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് ബാക്ടീരിയ, അതായത് നല്ല ന്യൂട്രൽ പി എച്ച് 7 ആണല്ലോ ന്യൂട്രൽ പി എച്ച്. മേലോട്ട് പോയാൽ ആൽക്കലൈന്, താഴോട്ട് വന്നാൽ ആസിഡിക് കണ്ടീഷൻ. അപ്പോൾ ആ ന്യൂട്രൽ കണ്ടീഷനിൽ വളരുന്ന പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്. അതുപോലെ തന്നെ ആസിഡോഫൈൽസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പി എച്ചിന് താഴോട്ട് വരുന്നതോറും ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ആസിഡിക് എൻവയോൺമെൻറ്റിൽ ഗ്രോ ചെയ്യാനായിട്ട് അബിലിറ്റി ഉള്ള ബാക്ടീരിയാസിനെ ആസിഡോഫൈൽസ് എന്ന് പറയുന്നു. ആൽക്കലോഫൈലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ പി എച്ചിൽ ആൽക്കലൈൻ കണ്ടീഷൻ കൂടി കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് പി എച്ച് ഹോമിയോസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നത്?
അതായത് നമ്മൾ പി എച്ചിൻ്റെ ചേഞ്ച്, അതായത് പി എച്ചിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലുണ്ടാകുന്ന പി എച്ചിൻ്റെ ചേഞ്ചസിനെ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ ഡിറ്റക്റ്റ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സെൻസർ കൈനീസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, എക്സ്റ്റേണൽ പി എച്ചിലുണ്ടാകുന്ന ചേഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ റെസ്പോൺസ്, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിച്ച് അതിനകത്തുള്ള പി എച്ചിനെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, സെൻസിങ് എ പി എച്ച് ചേഞ്ച്. അതായത് ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് എന്താണ്, ഈ ബാക്ടീരിയ നമ്മുടെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം സർഫസിലുള്ള സെൻസർ എന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിലുള്ള പി എച്ചിൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പുറത്തുള്ള പി എച്ചിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതലാണോ കുറവാണോ അങ്ങനെയുള്ള ആ ഒരു മാറ്റങ്ങളെല്ലാം ഇത് മനസ്സിലാക്കി അതിനെ എതിരെ ആക്ട് ചെയ്ത് ഈ സെല്ലിനകത്തെ പി എച്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതായത് എക്സ്റ്റേണൽ പി എച്ചിനെ, അതായത് പുറത്തുള്ള, അതായത് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലുള്ള പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതായത് ബാക്ടീരിയയ്ക്ക് എന്താണ് സ്പെസിഫിക് ട്രാൻസ്പോർട്ടേഴ്സിനെ ടു എയ്തർ പമ്പ് പ്രോട്ടോൺസ് ഔട്ട് ഓഫ് ദ സെൽ ഇൻ അസിഡിക് കണ്ടീഷൻ ഓർ ബ്രിങ് പ്രോട്ടോൺസ് ഇൻ ആൽഗൽ. അതായത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നടക്കുന്നത്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു എന്തായിരുന്നു ഈ ആൻറ്റിപോട്ടസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ എടുക്കുമ്പോൾ ഒരെണ്ണത്തിനെ കളയുന്നു. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഒറ്റ പ്രാവശ്യം നടക്കുകയുള്ളൂ, ഒന്നേൽ അകത്തോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട്. അപ്പം അസിഡിക് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഇനി ആൽക്കലൈൻ കണ്ടീഷൻ ആണെങ്കിൽ സെൽസിനകത്തേക്ക് പ്രോട്ടോൺസിനെ എടുക്കുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പിന്നെ ബഫറിങ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ സെല്ലുലാർ മോളിക്യൂൾസ് ആണ് നമ്മൾ ബഫേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് അതിനെ ടെമ്പററിലി അബ്സോർബ് അല്ലെങ്കിൽ റിലീസ്, പ്രോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്നുള്ളത്. അതും എന്താണ് ഫ്ലക്ച്വേഷൻ, പി എച്ചിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനിൽ സ്റ്റെബിലൈസ് ചെയ്ത് പി എച്ചിനെ നിർത്താനായിട്ട് ഈ ബഫറിങ് സിസ്റ്റവും ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് പി എച്ച് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്.